ആ കുളത്തിൽ നിന്ന് നമുക്ക് ആ ലോറിയുടെ ഒരു അംശം പോലും പുറത്തേക്ക് കാണുന്നില്ല. അത്രത്തോളം ആഴത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം ആഴമേറിയ ഒരു കുളത്തിലേക്കാണ് ഈ ലോറി പതിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ നിറഞ്ഞുകൂടി കിടക്കുകയാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. തുടക്കഘട്ടത്തിൽ നാട്ടുകാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് ഡ്രൈവറെ അതിവേഗം പുറത്തെത്തിക്കാനും ആശുപത്രിയിലേക്ക് മാറ്റുവാനും സാധിച്ചു. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ക്ലീനർ എന്ന് കരുതുന്ന വ്യക്തിക്കായി ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ബിബിൻ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബിബിൻ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ബിബിൻ, ബിബിൻ കേൾക്കാമോ? ശരി, നമുക്ക് അല്പസമയത്തിനകം ബിബിനിലേക്ക് മടങ്ങിയെത്താം. മുബഷീർ തുടരുന്നുണ്ട്. മുബഷീർ, ഈ പ്രദേശവാസികൾ തന്നെയാണോ ഈ അപകടത്തിൽപ്പെട്ടത്? ഈ അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് സൂചനകളുണ്ടോ? അവരുടെ പേര് വിവരങ്ങൾ അടക്കം ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? മുബഷീർ, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരു പലചരക്ക് ലോറിയാണിതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, ഈ ലോറിയിലുണ്ടായിരുന്നത് 2 പേർ. അതായത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, അദ്ദേഹത്തിന്റെ പേര് നിലവിൽ നാട്ടുകാരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ജാഫർ എന്നുള്ളതാണ്. ലോറി ഡ്രൈവറാണ് ജാഫർ. ആദ്യഘട്ടത്തിൽ ജാഫറിനെ തന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട്. സഹായിയായിട്ടുള്ള മുസ്തഫ, വാഹനത്തിൽ കൂടെയുണ്ടായിരുന്ന മുസ്തഫയാണ് നിലവിൽ ഈ ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴമേറിയ താഴ്ചയുള്ള ഭാഗമാണ്. സാധാരണഗതിയിൽ അവിടെ ഈ വിധത്തിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അപകട സാധ്യത ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് നമുക്ക് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പലചരക്കുമായി പോകുന്ന ലോറിയുടെ ബ്രേക്ക് പോലെയുള്ള വസ്തുക്കൾക്ക് തകരാർ സംഭവിച്ചതാകാം, നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം, ഈ താഴ്ചയിലേക്ക് വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ബിബിൻ. ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ദുഷ്കരമാണോ? ബിബിൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ബിബിനിലേക്ക് വരാം. മുബഷീർ തുടരുന്നുണ്ട്. മുബഷീർ, ഇവിടെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമാന്തരമായി രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് കടന്നാൽ മുബഷീർ. ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം പ്രകാരം ക്രെയിൻ പോലെയുള്ള വസ്തു അങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ഈ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള മുങ്ങൽ വിദഗ്ധർ, ഫയർഫോഴ്സ് യൂണിറ്റ്, സന്നദ്ധ സംഘടനകളിൽ തെരച്ചിൽ നടത്തുന്ന ആളുകൾ നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തിയിട്ടും ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നയാളെ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ക്രെയിൻ കൊണ്ടുവന്ന് ഈ വെള്ളക്കെട്ടിന് താഴ്ഭാഗത്തേക്ക് താഴ്ന്നു പോയിരിക്കുന്ന ലോറി പുറത്തെത്തിച്ചുകൊണ്ട് അതിലകപ്പെട്ടിരിക്കുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്രെയിൻ എത്താൻ ഉള്ളൊരു സമയം അവിടെ ആവശ്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിനിടയിലും ആ ക്രെയിൻ എത്തുന്നതിന് മുൻപായി തന്നെ ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. തെരച്ചിൽ നിർത്തിവെച്ചിട്ടില്ല. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെ നടത്തുന്നു. കൂടുതൽ ആളുകൾ ആ ഒരു മേഖലയിലേക്ക് എത്തിയുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് പോയ പലചരക്ക് ലോറിയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ഭാരമേറിയ ലോറിയായിരുന്നു. സ്വാഭാവികമായിട്ടും കയറ്റമിറങ്ങിയ സമയത്ത് അതിന്റെ തകരാറ് സംഭവിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം ഈ താഴ്ഭാഗത്തുള്ള വെള്ളക്കെട്ടിലേക്ക് വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വെള്ളക്കെട്ടിലേക്ക് വീണ സമയത്ത് തന്നെ ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അതിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ടാകും. അതിനുള്ളിലായിരിക്കാം ഈ വ്യക്തി അകപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോറി ഡ്രൈവറായിട്ടുള്ള മുസ്തഫയുടെ കൂടെ ഉണ്ടായിരുന്ന ജാഫറാണ് ലോറിക്ക് അകപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനമുണ്ട്. ഈ വിവരമറിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. സന്നദ്ധ പ്രവർത്തകർ നേരത്തെ തന്നെ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ നടത്തിയിരുന്നു. അവിടെ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമാന്തരമായി മറ്റൊരു ഭാഗത്ത് തെരച്ചിൽ നടക്കുകയാണ്. മലപ്പുറം തിരൂർ ചെമ്പിക്കൽ പരിധിയിലാണ് ലോറി ക്വാറിയുടെ കുളത്തിലേക്ക് വീണിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് പലചരക്കുമായി എത്തിയ ലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കുളത്തിലേക്ക് വീണത്. നാട്ടുകാരോ മറ്റാരുമോ ഉപയോഗിക്കാത്ത, ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കുളമാണ്. അതിനാൽ തന്നെ മാലിന്യങ്ങൾ വളരെ വലിയ തോതിൽ അടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തെ വളരെ വലിയ തോതിൽ ഇപ്പോൾ ബാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്കാണ് ഫയർഫോഴ്സ് കടക്കാൻ പോകുന്നത്. ക്രെയിൻ എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയം തന്നെ മുങ്ങൽ വിദഗ്ധരടക്കം അവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവറെ നേരത്തെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ക്ലീനറെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുബഷീർ
ചേരുകയാണ് വീണ്ടും. മുബഷീർ, കഴിഞ്ഞ 1 മണിക്കൂറായി അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണല്ലേ? തീർച്ചയായും 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം. ലോറി കണ്ടെത്തുന്നതിന് വേണ്ടി ലോറിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ, നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും ആര്യ, ഷഫീഖ് അർലായി പകർത്തുന്ന ദൃശ്യങ്ങളിൽ മുങ്ങൽ വിദഗ്ധർ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇങ്ങോട്ടേക്ക് കരയ്ക്കടുത്തേക്ക് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. കൂടുതൽ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ വെള്ളത്തിലിറങ്ങിയുള്ള തെരച്ചിൽ തന്നെയാണ് നടത്താൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു മേഖലയിലേക്ക് ക്രെയിൻ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്നത്. സ്വാഭാവികമായിട്ടും ക്രെയിൻ ആ ഒരു മേഖലയിലേക്ക് എത്തിച്ചതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോറി പുറത്തെടുക്കുക, ലോറിക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ശ്രമമായിരിക്കും ഇനി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കുളത്തിന്റെ ഒരു ഭാഗത്തൊക്കെ തന്നെ ഈ മരച്ചില്ലകളും അതുപോലെയുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ട് ഈ തിരച്ചിലിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു കോറി ആയതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഇത്ര വലിയ ഭാരമുള്ള, വലിയ ടൺ തൂക്കം വരുന്ന ഒരു ലോറി അത് താഴ്ചയിലേക്ക് മറിഞ്ഞു വീണതുകൊണ്ട് തന്നെ അത് ഏത് മേഖലയിലേക്കാണ് വീണിട്ടുണ്ടാകുക എന്നൊക്കെ തന്നെ ഒരു സംശയം ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഏത് മേഖലയിലാകാം ലോറിക്കുള്ളിലെ ക്ലീനർ അകപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും ഒരു വ്യക്തത കൈവരാത്തത്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വിവിധ കുളത്തിന്റെ പല മേഖലകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ സാധിച്ച പോയിന്റിലൊക്കെ നാട്ടുകാർ തന്നെ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ മുബഷീർ? തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഡ്രൈവറെ രക്ഷപ്പെടുത്തി. എനിക്ക് തോന്നുന്നത്, നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഡ്രൈവറെ ഈ ലോറി വീണ് മറ്റൊരു മേഖലയിൽ നിന്നാണ് ഡ്രൈവറുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഏത് ഭാഗത്തേക്കാണ് ഈ ക്ലീനർ ഒരുപക്ഷെ ലോറിയിൽ നിന്ന് തെറിച്ചു വീണിട്ടുണ്ടോ അതോ ലോറിയുടെ അകത്ത് തന്നെ അകപ്പെട്ട് കിടക്കുകയാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ഡ്രൈവർ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെട്ടതുപോലെ ലോറിയിൽ നിന്നും ഈ ക്ലീനറും ഒരു ഭാഗത്തേക്ക് തെറിച്ചു വീണിരുന്നെങ്കിൽ അദ്ദേഹത്തെയും ഇപ്പോൾ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഈ ഇത്ര സമയം കഴിഞ്ഞിട്ടും അതിന് സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലോറി തകർന്നിട്ടുണ്ടാകും. തകർന്ന ലോറിയുടെ ഏതെങ്കിലും ഭാഗത്തെ ഇദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം അത് തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമം ഒരുപക്ഷെ മനുഷ്യന് സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്രെയിൻ പോലെയുള്ള വസ്തുക്കളുടെ സഹായം തേടാൻ ഫയർഫോഴ്സ് ഒരുക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്രെയിൻ പോലെയുള്ള വസ്തുക്കൾ അങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവ എത്തിച്ചതിനു ശേഷം ആ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും ഇനി നടത്തുക. ലോറി പുറത്തെടുക്കുന്നത് വഴി അതിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെയും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. ഏറ്റവും ഈ ദൗത്യത്തിന് പ്രയാസമായി മാറുന്നത് അവിടെ നിലനിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ, മരച്ചില്ലകൾ, മരത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഈ ഒരു കുളത്തിലേക്ക് അടർന്നു വീണിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് തിരച്ചിലിന് വലിയ ബുദ്ധിമുട്ടായി മാറുന്നതെങ്കിലും ആ മേഖലയിലെ ഈ പ്രദേശമൊക്കെ തന്നെ അറിയുന്ന പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി